കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു എന്ന് നമ്മളെല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. ആരാധകരിൽ നിന്നും ആളുകളെ തെരഞ്ഞെടുത്തൊരു ഉപദേശക സമിതി ഉണ്ടാക്കി ഫാൻ അഡ്വൈസറി ബോർഡ് എന്ന ഓമന പേരിൽ വാഴ്ത്തിച്ചിരിക്കുകയാണ്. ഈ ഫാൻ അഡ്വൈസറി ബോർഡിന്റെ അധികാര പരിധി വളരെ ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ അഭിപ്രായ പരിധി പോലും വളരെ ലിമിറ്റഡ് ആണ്. ഫാൻ അഡ്വൈസറി ബോർഡ് രൂപീകരിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതെല്ലാം ആയി എന്ന് വിശ്വസിക്കുന്നത് ഒരു അമിതാത്മവിശ്വാസം അല്ലെങ്കിൽ ഓവർ എക്സ്പെക്ടേഷൻ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇവർ കൃത്യമായി ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങളുണ്ട്, അത് അവർക്ക് പ്രകടിപ്പിക്കാനുള്ള അവകാശങ്ങളും ഉണ്ട് എങ്കിൽ പോലും അവരുടെ അഭിപ്രായ പ്രകടനങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും ക്ലബ്ബ് കൺസിഡർ ചെയ്യില്ല. ഫാൻ എൻഗേജ്മെന്റിന്റെയും മർച്ചൻഡൈസിന്റെയും മറ്റു കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഫാൻ അഡ്വൈസറി ബോർഡിന് ഒരു റോൾ ഉണ്ടായിരിക്കുക. അതായത് ആരാധകരുമായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആരാധകരുടെ സ്വരത്തിനെ ഇവർ റെപ്രസെന്റ് ചെയ്യുന്നു എന്നത് മാത്രമാണ് ഫാൻ അഡ്വൈസറി ബോർഡിന്റെ ജോലി. എന്താണെന്ന് വെച്ചാൽ അവരുടെ ക്ലോസിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കളിക്കളത്തിനകത്തും പുറത്തുമുള്ള മാറ്റേഴ്സിൽ ഫാൻ അഡ്വൈസറി ബോർഡിന് വളരെ വലിയ റോളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇമ്പോർട്ടന്റ് ഡിസിഷൻ, അതായത് താരങ്ങളെയോ പരിശീലകരെയോ കോച്ചിങ് സ്റ്റാഫിനെയോ നിയമിക്കുന്നതിനകത്തോ റിക്രൂട്ട് ചെയ്യുന്നതിനകത്തോ ഫാൻ അഡ്വൈസറി ബോർഡിന്റെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കില്ല. അതുകൂടാതെ മറ്റൊന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്, ടീം സെലക്ഷന്റെ കാര്യത്തിലും മറ്റുള്ള പ്രൊസീജിയേഴ്സിലും ഫാൻ അഡ്വൈസറി ബോർഡിന് യാതൊരു വിധത്തിലുള്ള റോളുമില്ല. അതുകൂടാതെ ക്ലബിന്റെ കൊമേഴ്ഷ്യൽ ഡിസിഷൻസിലും അതുപോലെ തന്നെ ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രാറ്റജീസിലും ഒന്നിലും ഫാൻ അഡ്വൈസറി ബോർഡിന് റോളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം, പക്ഷേ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കില്ല എന്ന് തന്നെയാണ് ഇവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ടീമിന്റെ കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റിലും കാര്യങ്ങളും മാറ്റാൻ വരാൻ പോകുന്നില്ല. ജനറൽ സ്ട്രാറ്റജീസിൽ ഫാൻ അഡ്വൈസറി ബോർഡിന് യാതൊരു വിധത്തിലുള്ള റോളുമില്ല. പ്ലേയേഴ്സിനെയോ കോച്ചിനെയോ അതുപോലെ കോച്ചിങ് സ്റ്റാഫിനെയോ റിക്രൂട്ട് ചെയ്യുന്നതിനകത്തോ മാനേജ് ചെയ്യുന്നതിനകത്തോ ഫാൻ അഡ്വൈസറി ബോർഡിന്റെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സ്ഥാനമില്ല. അതുകൂടാതെ ടീമിന്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സിലും കോച്ചിങ് സ്റ്റൈലിലും ഒന്നിലും ഫാൻ അഡ്വൈസറി ബോർഡിന് വലിയ റോളോ കാര്യങ്ങളോ ഇല്ല. അവർക്ക് അവരുടെ കൺസേൺ വേണമെങ്കിൽ ഉയർത്തി കാണിക്കാം, അത് മാനേജ്മെന്റ് കൺസിഡർ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പിന്നെ ഫാൻ എൻഗേജ്മെന്റിന്റെയും മറ്റ് ആക്ടിവിറ്റീസിലെയും കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഫാൻ അഡ്വൈസറി ബോർഡിന് റോൾ ഉള്ളത് എന്ന് പറയുമ്പോൾ, ഫാൻ അഡ്വൈസറി ബോർഡ് വിശാലമായ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും കൈകൾ കെട്ടിയിട്ട ആയുധങ്ങൾ എടുത്തു മാറ്റപ്പെട്ട ഒരു പോരാളികളുടെ സംഘമായിരിക്കും ഫാൻ അഡ്വൈസറി ബോർഡ്. അവരെ പേരിന് നിയമിച്ചു എന്നല്ലാതെ അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്നല്ലാതെ അവരുടെ അഭിപ്രായങ്ങളെ ഒരിക്കലും ടേക്ക് ഇൻ ടു ആക്ഷൻ എന്ന തരത്തിലേക്ക് വരാൻ പോകുന്നില്ല. അഭിപ്രായങ്ങൾ മാത്രം പറയാം. ആ അഭിപ്രായങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കൺസിഡർ ചെയ്യുകയില്ല. ടീം സെലക്ഷനിലും മറ്റു കാര്യങ്ങളിലും അതുപോലെ സ്പോർട്ടിംഗ് പ്രൊജക്റ്റിലും ടീമിന്റെ കൊമേഴ്സ്യൽ സ്ട്രാറ്റജീസിലും ജനറൽ അഡ്മിനിസ്ട്രേഷനിലും പിന്നെ ടീമിന്റെയോ കോച്ചിങ് സ്റ്റാഫിന്റെയോ മറ്റ് കാര്യങ്ങളുടെ റിക്രൂട്ട്മെന്റിലോ മറ്റ് പ്രൊസീജിയേഴ്സിലോ ട്രാൻസ്ഫർ പോളിസീസിലോ ഒന്നും ഫാൻ അഡ്വൈസറി ബോർഡിന് റോളില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാധകരെ സുഖിപ്പിച്ച് നിർത്താൻ വഴി കണ്ടെത്താതെ ടീമിന്റെ പെർഫോമൻസ് ഫോക്കസ് ചെയ്യുക എന്നല്ലാതെ കൂടുതലൊന്നും പറയാനില്ല. ഫാൻ അഡ്വൈസറി ബോർഡിൽ നിന്നും നിങ്ങൾ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട മക്കളെ.